ടേസ്റ്റി ക്യൂൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. മല്ലിയില, മുട്ട, ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ എപ്പം കാണുന്ന സാധനങ്ങളാണ്. എപ്പോൾ നോക്കിയാലും നമ്മുടെ ഫ്രിഡ്ജിൽ ഇതൊക്കെ എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ടൊരു ഡിഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളിക്ക, ഉള്ളി എല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിക്ക് ഞാൻ സ്കിന്ന് കളഞ്ഞിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന പാനിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണ്ട, സൺഫ്ലവർ ഓയിൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ എനിക്കൊരു വലിയ ടേസ്റ്റായിട്ട് ഇതിന് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഒലിവ് ഓയിലിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാകുന്നത്. അപ്പോൾ നിങ്ങളും ഒലിവ് ഓയിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഉള്ളി വന്നിട്ട് നല്ല വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒത്തിരി മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി അത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ. അപ്പോൾ ഞാനൊരു ഹാഫ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് വേണ്ട, എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാതെയും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഓനിയനും കൂടെ നല്ല ഒലിവ് ഓയിലിൽ നല്ല മൂത്ത് വരുന്നുണ്ട്, നല്ല വഴണ്ട് വരുന്നുണ്ട്. മൂത്ത് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മസാലകൾ കുറവ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവിൽ നിന്ന് ഒരു ഹാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ നമ്മൾ ചേർത്താൽ മതി. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ചാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ചിലർക്ക് കൂടുതൽ ഇഷ്ടമാവും, ചിലർക്ക് കുറച്ചാണ് ഇഷ്ടമാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം ഒന്ന് വാടി വന്നാൽ മതി. നമ്മൾ ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ആ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കളർ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഏത് ക്യാപ്സിക്കം ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി. നമ്മളത് ആ ചൂടിൽ അതൊന്ന് പ്രത്യേകം ഓർക്കുക, ഫ്ലെയിം എപ്പോഴും നമ്മൾ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളി ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോകും. നമുക്കിതിന് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്കൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി അത്. അപ്പോൾ നല്ല വാടി വന്ന ആ ഒരു ഇതിനകത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് സ്കിന്ന് കളഞ്ഞിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ടൊമാറ്റോ അത് നമുക്ക് തൊലി കളഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് ടൊമാറ്റോയുടെ. അപ്പോൾ നിങ്ങൾ ടൊമാറ്റോയുടെ സ്കിന്ന് കളഞ്ഞിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് ചേർത്താൽ മതിയാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റാണ് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പിയിൽ വരുന്നത്. ടൊമാറ്റോ പേസ്റ്റാണ്. ഇപ്പം ഞാനത് ടൊമാറ്റോ ചേർത്തിട്ടാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഞാനതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഞാനതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാധാരണ രീതിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കണ്ടില്ല, അത് നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ തക്കാളിക്കയും ക്യാപ്സിക്കവും ആ ടൊമാറ്റോയുടെ ജ്യൂസ് അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ടൊമാറ്റോ. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ക്രഷ് ചെയ്ത് നമ്മളൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 5 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ 5 മുട്ട ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴി പോലെ ഇങ്ങനെ മസാലയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 5 മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ ഫ്ലെയിം ചെറിയതാക്കി വെച്ച് കൊടുക്കണം. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന്
എഗ്ഗ് അങ്ങ് എന്താ പറയുക ബോയിലാവും. അപ്പോൾ നമ്മുടെ ആ മസാലയിലും അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് ഫ്ലെയിം ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയുമാണ് അടുത്തായിട്ട് വിതറി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണ്ട, മല്ലിയില വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും ഇതിൻ്റെ പുറത്തേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 6 മിനിറ്റ് നമ്മളിത് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് അങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കി ഇത് എടുക്കാവുന്നതാണ്. കറക്റ്റ് ഇതൊരു 6 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതതിൻ്റെ ആ ഒരു എഗ്ഗിൻ്റെയും ടൊമാറ്റോയുടെയും ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കറക്റ്റ് 6 മിനിറ്റ് ആയപ്പോൾ അത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ആ മസാലയും എഗ്ഗും എല്ലാം കൂടെ കറക്റ്റ്, ആ എഗ്ഗ് നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.